സെർച്ച് എഞ്ചിൻസ് എന്താണെന്നുള്ളത് നോക്കാം. എ സെർച്ച് എഞ്ചിൻ ഈസ് എ വെബ്സൈറ്റ് ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് സെർച്ചസ് ഫോർ ഇൻഫർമേഷൻ ഓൺലൈൻ ആൻഡ് ഷോസ് എ ലിസ്റ്റ് ഓഫ് റിലേറ്റഡ് വെബ് പേജസ്. അതായത് ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് സെർച്ചസ് ഫോർ ഇൻഫർമേഷൻ ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജസിൻ്റെ ലിസ്റ്റ് എല്ലാം ഷോ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ, ബിങ്, യാഹൂ ഇതൊക്കെ സെർച്ച് എഞ്ചിൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മളവിടെ യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കൊമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന വെബ് പേജസ് എന്തെല്ലാമാണോ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള വെബ് പേജ് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പൺ ചെയ്താലായിട്ട് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് വെബ് പേജ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ ഏതാണോ ആ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ വെബ് പേജസും നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്ന ഒരു വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രൗളിംഗ് ആണ്. ഓക്കെ, ഇറ്റ് വിസിറ്റ്സ് ആൻഡ് സ്കാൻസ് വെബ്സൈറ്റ്. ഒരാൾ ഇപ്പോൾ ഒരു കീവേഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ക്രൗൾ ചെയ്യും. അതായത് അതിനുള്ളിൽ കുറേ വെബ്സൈറ്റുകളുണ്ട് ആ ഒരു കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ആ വെബ്സൈറ്റുകളെല്ലാം തന്നെ സ്കാൻ ചെയ്യുന്നു, അത് വിസിറ്റ് ചെയ്യുന്നു. അതിങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്രൗളിംഗ് എന്ന് പറയുക. ഇനി രണ്ടാമത് ക്രൗളിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഡെക്സിംഗ് ആണ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ അടുത്തതായിട്ട് ഇൻഡെക്സ് ചെയ്യും. അതായത് ഇറ്റ് സ്റ്റോർസ് ഇൻഫോർമേഷൻ എബൌട്ട് ദോസ് പേജസ്. ആ പറയുന്ന വെബ് പേജസിലുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെർച്ചിങ് ആണ്. ഇൻഡെക്സിങ് നടത്തി കഴിഞ്ഞാൽ സെർച്ചിങ് ചെയ്യും. വെൻ യു ടൈപ്പ് എ ക്വറി ഇറ്റ് ഫൈൻഡ്സ് ദ മോസ്റ്റ് റെലവൻറ്റ് പേജസ്. അപ്പോൾ നമ്മളൊരു ക്വറിയോടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ഏറ്റവും മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള പേജസ് എന്തൊക്കെയാണോ അത് ഈ പറയുന്ന ഇൻഡെക്സ് ചെയ്തതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയിങ് റിസൾട്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഷോസ് ലിങ്ക് റാങ്ക്ഡ് ബൈ റെലവൻസ്. അപ്പോൾ നമ്മൾ ആ ഒരു സെർച്ച് ചെയ്യുന്ന ഇൻഫോർമേഷൻ്റെ റെലവൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഏതൊക്കെ ലിങ്കാണോ ഏതൊക്കെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണോ അതിനെ നമുക്ക് റാങ്ക് ചെയ്തിട്ട് കാണിച്ചു തരും. സെർച്ച് എഞ്ചിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കോൺസെപ്റ്റാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO. SEO മീൻസ് ഇംപ്രൂവിങ് എ വെബ്സൈറ്റ് സോ ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ഹയർ ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് വെൻ പീപ്പിൾ സെർച്ച് ഫോർ റിലേറ്റഡ് വേർഡ്സ്. ഇപ്പോൾ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഏറ്റവും ഫസ്റ്റ് കാണുക അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ നമ്മളൊരു കീവേഡ് കൊടുത്തിട്ട് വാട്ട് ഈസ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കൊമേഴ്സിൻ്റെ ഒരുപാട് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഓരോ വെബ്സൈറ്റുകൾക്കും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആമസോൺ കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ, കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് വെബ്സൈറ്റാണ് ആ ഒരു എന്താ പറയുക ഏതാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുക? നമ്മൾ ഏറ്റവും ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ ആമസോൺ എന്ന് കാണുന്നുണ്ടെങ്കിൽ ആമസോണിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം? സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ആ ഒരു വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും റാങ്കിങ് ഏറ്റവും ഫസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു ഇൻക്രീസ് വെബ്സൈറ്റ് വിസിബിലിറ്റി ആൻഡ് ഗെറ്റ് മോർ വിസിറ്റേഴ്സ് ഫ്രം സെർച്ച് എഞ്ചിൻസ്. അതായത് ഇപ്പോൾ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി നമുക്ക് കൂട്ടണം, ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ ആമസോണിൻ്റെ വിസിബിലിറ്റി കൂട്ടണം, മറ്റുള്ള പ്ലാറ്റ്ഫോംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഈ വെബ്സൈറ്റ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വെബ്സൈറ്റ് അപ്പിയർഡ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ കൂടി കൂടുതൽ വിസിറ്റേഴ്സിന് ഇവർക്ക് ലഭിക്കുന്നതാണ്.